ഇന്ത്യ-US സംയുക്ത ദൗത്യമായ നിസാറിനെ കുറിച്ച് വിശദമായി അറിയാം. ഹിമ ഹരിദാസ് പറയും. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഉപഗ്രഹം ഇന്ന് വിക്ഷേപിക്കും. നിസാറിനെ കുറിച്ച് നമുക്ക് വളരെ വിശദമായി നോക്കാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമാണ് നിസാർ. ISROയും നാസയും ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത്. അങ്ങനെ നടപ്പാക്കുന്ന ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം കൂടിയാണിത്. GSLV F-16 റോക്കറ്റിൽ നിന്നാണ് വിക്ഷേപിക്കുക. വൈകിട്ട് 5:40-നാണ് വിക്ഷേപണം നടക്കുക. നിസാറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഇരട്ട റഡാർ ഉപഗ്രഹമാണ്. ഭൂമിയിൽ നിന്ന് 743 കിലോമീറ്റർ ഉയരത്തിലാണ് ഉപഗ്രഹം എത്തുക. നാസയും ISROയും വികസിപ്പിച്ച 2 വ്യത്യസ്ത ആവൃത്തികളിൽ പ്രവർത്തിക്കുന്ന ഓരോ റഡാറുകളാണ് നിസാറിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. 743 കിലോമീറ്റർ ഉയരത്തിൽ ഉപഗ്രഹം എത്തും. അവിടെ സൗരസ്ഥിര ഭ്രമണ പഥത്തിലൂടെയാണ് നിസാർ ഭൂമിയെ ചുറ്റുക. ഇനി നമുക്ക് നിസാറിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുകൂടി പരിശോധിക്കാം. ഭൗമ നിരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം എന്നിവയിൽ നിർണായകമാണ് നിസാറിന്റെ പങ്ക് എന്ന് പറയുന്നത്. നിസാർ വളരെ കൃത്യമായി ഡാറ്റകൾ ശേഖരിക്കുകയും പങ്കുവെക്കുകയും ചെയ്യും. ഒരേ സമയം തന്നെ 242 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഭൂപ്രദേശം അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നിസാറിന് കഴിയും. 12 ദിവസത്തെ ഇടവേളകളിൽ ഭൂമിയിലെ ഓരോ സ്ഥലത്തിന്റെയും വളരെ കൃത്യമായ വിവരങ്ങൾ, അത് കാലാവസ്ഥ ഏത് തന്നെയായാലും, മഞ്ഞായാലും മഴയായാലും വെയിലായാലും കാലാവസ്ഥ ഏത് തന്നെയായാലും രാത്രിയെന്നോ പകലെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ വിവരങ്ങളെല്ലാം ശേഖരിക്കും. ഈ വിവരങ്ങളിൽ നിന്ന് നമുക്ക് പ്രകൃതി ദുരന്ത സാധ്യതകൾ, അതുപോലെ തന്നെ വനങ്ങളിലെ മാറ്റങ്ങൾ, സസ്യജാലങ്ങളുടെ വളർച്ച എന്നിവയൊക്കെ വളരെ കൃത്യമായി തന്നെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭൂകമ്പം, സുനാമി ഇതിന്റെയൊക്കെ സാധ്യത നമുക്ക് നേരത്തെ കൂട്ടി തിരിച്ചറിയാൻ പറ്റും. നിരീക്ഷിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ 3 ദിവസങ്ങൾക്കുള്ളിൽ വളരെ സൗജന്യമായിട്ടാണ് നിസാർ എത്തിക്കുക. പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മൾ പലപ്പോഴായൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിസാർ കൊണ്ട് വലിയൊരു പ്രയോജനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.